മോൾക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഉറങ്ങിക്കോ. ടാബ്ലറ്റ് കഴിച്ചാൽ ഉടൻ ഉറക്കം വരും അമ്മ. അമ്മുവാണ് മോൾക്ക് കൂട്ടുകിടക്കുന്നത്. അവളോട് വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവളിപ്പോ കിച്ചണില് ജോലി തിരക്കിലാവും. അമ്മ സാധാരണ രാത്രി ഇങ്ങനെ വരുന്ന പതിവില്ലല്ലോ. ഒന്നുമില്ല മോളെ, എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. ഇനി എന്നാ ഫിസിയോതെറാപ്പിക്ക് പോകുന്നതെന്ന് അറിയില്ല. എത്ര ദിവസം ട്രീറ്റ്മെന്റ് ചെയ്താലും ഒന്നും നടക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഒക്കെ ശരിയാവും മോളെ. ഇങ്ങനെ കിടക്കുമ്പോഴേ അതിന്റെ ബുദ്ധിമുട്ട് അറിയാം അമ്മ. എന്തു വന്നാലും നമ്മൾ സഹിച്ചല്ലേ പറ്റൂ മോളെ. നാളെ നടക്കാലോ എന്നൊരു പ്രതീക്ഷ ഉള്ളത് കൊണ്ട് സഹിക്കുവോ? മോളെ ഉറങ്ങിക്കോ. അതും ഇതും ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട. ഞാൻ കെടുത്താം. ഗുഡ് നൈറ്റ് അമ്മ. ഗുഡ് നൈറ്റ് മോളെ. ഉറങ്ങിക്കോ. മോളെ, മോളെ. അമ്മ, അമ്മ എന്തിനാ കരയുന്നേ? ഒന്നുമില്ല മോളെ. മോളിറങ്ങിക്കും. ഉറങ്ങിക്കും. ഞാൻ പറഞ്ഞതൊക്കെ മോക്ക് ഓർമ്മയുണ്ടല്ലോ. സഞ്ജന മോള് കൂടെ താമസിക്കാൻ വന്നിരിക്കുക. മംഗലശ്ശേരിക്കാരുമായിട്ട് നല്ല അടുപ്പത്തിലാവള്. മമ്മി എന്താണ് മനസ്സിൽ കാണുന്നതെന്ന് അവക്കറിയില്ല. അവള് അതറിയാനും പാടില്ല. എന്റെ അമ്മേ, എന്തിനാ ആന്റി മമ്മി ഇവിടെ താമസിക്കുന്നേ? ഡാഡി അവിടെ തനിച്ചല്ലേ? മോൾക്കറിയാവുന്ന കാര്യം എനിക്കും അറിയൂ. നമ്മളോട് വരാൻ പറഞ്ഞു, നമ്മളതനുസരിച്ചു. വാ, നമുക്കകത്ത് പോവാം. ആ ബാഗൊന്നും എടുത്തകത്തോണ്ട് വരണേ. മമ്മി, മോള് വന്നല്ലോ. എത്ര ദിവസമായി നിന്നെ ഞാൻ കണ്ടിട്ട്. മമ്മി നാട്ടിലെത്തിയ വിവരമൊക്കെ ഞാൻ മനസ്സിലാക്കി. എന്നെ കൂട്ടിക്കൊണ്ടു പോകാനാ വന്നെന്നാ ഞാൻ കരുതിയത്. മമ്മി ഇവിടെ വീടെടുത്ത് കൂടാനാ പോകുന്നേ? ഇത് ഞാൻ വില കൊടുത്ത് വാങ്ങിയ വീടാ മോളെ. മമ്മിയുടെ ഉദ്ദേശം എന്താന്നാ ഞാൻ ചോദിച്ചത്. എന്തേ,
ഈ സിറ്റിയിൽ ഒരു വീട് വാങ്ങുന്നതിൽ തെറ്റുണ്ടോ? ഉണ്ടോ നമ്പീശ? ഏയ്, ഒരു തെറ്റുമില്ല. അത് നല്ല കാര്യമല്ലേ, അല്ലേ മോളെ? എന്നാ പിന്നെ മമ്മിക്ക് അങ്ങോട്ട് വന്നൂടെ? അത് ഫ്ലാറ്റ് അല്ലേ മോളെ? ഫ്ലാറ്റിൽ താമസിച്ച ശീലമൊന്നും മോളുടെ മമ്മിക്കില്ലല്ലോ. അച്ഛൻ തനിച്ചല്ലേ അവിടെ ഉള്ളൂ. മമ്മിയുടെ മനസ്സിലിരിപ്പ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനിവിടെ സ്ഥിരമായി താമസിക്കാൻ വന്നതല്ല. എനിക്ക് ചില ഉദ്ദേശങ്ങളുണ്ട്. അത് സാധിച്ചു കഴിഞ്ഞാ ഞാൻ പോവും. മോക്ക് അതിനു മുൻപ് പോണമെങ്കിൽ മല്ലികയ്ക്കൊപ്പം പൊയ്ക്കോ. ഡാഡി തനിച്ചാണെന്ന വിഷമവും വേണ്ട. ഞാൻ കുറച്ചു സമയം കൂടി ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നു. മമ്മി വന്നാലും കൂടെ പോവില്ലെന്ന് വാശി പിടിച്ച് നിൽക്കേ ഇവള്. ആ, മമ്മയ്ക്കൊപ്പം നിൽക്കാനല്ലേ മോളോട് പറയുന്നത്? പിന്നെന്താ, ഡാഡിയെ നോക്കാനായിട്ട് അവിടെ ആളുണ്ടല്ലോ. ആ, അത് പിന്നെ മല്ലികേ, ഈ സാധനങ്ങളെല്ലാം എടുത്ത് ആ റൂമിൽ കൊണ്ടുവന്ന് വയ്ക്ക്. മോക്ക് വേണ്ട റൂം അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ആ ചെല്ലേ. ഒരു ദിവസം പോലും ഓഫീസിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയാത്ത മമ്മി എന്തിന് ഇവിടെ നിൽക്കുന്നു? അതാ എനിക്കറിയേണ്ടത്. ആ മോളെ, ഇത് നിന്റെ മമ്മിയുടെ ജന്മനാടാ. അതിന്റെ ഓർമ്മയ്ക്കാണ് ഈ വീട് വാങ്ങിയത്. അതെ, നിന്നോട് ഞാൻ ഇതുവരെ പറയാത്ത ചില കാര്യങ്ങളുണ്ട്. വലിയ കടബാധ്യതയിൽ എന്റെ കുടുംബം തകർന്ന് പലരും പല വഴിക്കായി പോയി. ചിലര് ജീവനൊടുക്കി. ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത് 2 പേരാ. ഒന്നെന്റെ അമ്മ, മറ്റൊന്നെന്റെ സഹോദരൻ. ഏട്ടൻ പുറത്തെവിടെയാണെന്ന് കേൾക്കുന്നു. എന്റെ അമ്മയെപ്പറ്റി ഒരു വിവരമില്ലായിരുന്നു. കഴിഞ്ഞ ആഴ്ച അമ്മ ഇവിടെ ഏതോ ഒരു ഓർഫനേജിലുണ്ടെന്നൊരു സൂചന കിട്ടി. ഞാനും അമ്മയും വേർപിരിഞ്ഞിട്ട് 27 വർഷമായി. അമ്മയെ കണ്ടുപിടിക്കാന് ഞാൻ ഇവിടേക്ക് ഓടി വന്നത്. മൈ ഗോഡ്, മമ്മി വെറുതെ ഒരു കഥ പറയാണോ? കഥയല്ല മോളെ, ജീവിതമാണ്. ഓർമ്മ വെച്ച നാള് മുതലും മമ്മി എന്നോട് പറഞ്ഞിട്ടുള്ളത് മമ്മിക്ക് ബന്ധുക്കളായി ആരുമില്ലെന്ന്. അത് സത്യമായിരുന്നു. ഇപ്പോഴല്ലേ മോളെ നിന്റെ മുത്തശ്ശി ജീവിച്ചിരിക്കുന്നു എന്നുള്ള വിവരം അറിയുന്നത്? മുത്തശ്ശിയെ നമുക്ക് കണ്ടുപിടിക്കണം. സഞ്ജുവിന്റെ മുത്തശ്ശനെയും മുത്തശ്ശിയും കാണുമ്പോ അവരുടെ സ്നേഹം അനുഭവിക്കുമ്പോ എനിക്ക് ഒരു മുത്തശ്ശനും മുത്തശ്ശിയും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാനും ആശിച്ചു പോയിട്ടുണ്ട്. നമുക്ക് ഇറങ്ങാം മോളെ. സഞ്ജന മോള് വന്നിട്ടല്ലേ ഉള്ളൂ. ആ മോള് പോയെന്ന് ഫ്രഷ് ആകും. ഞാൻ കേട്ടതൊക്കെ സത്യമാണല്ലേ? നീ മംഗലശ്ശേരിയിൽ പോകാറുണ്ടല്ലേ? അതിനെന്താ, സഞ്ജു സ്വാതി എന്റെ കോളേജ് കാലത്തെ ഫ്രണ്ട്സാ. പിന്നെ മംഗലശ്ശേരി ഗ്രൂപ്പ്സിന്റെ 25% ഷെയർ വാങ്ങിയത് നമ്മളല്ലേ? അതെന്തിനാന്നറിയോ നിനക്ക്? മംഗലശ്ശേരിക്കാരെ മുച്ചൂടും മുടിച്ചു കളയാൻ. എന്റെ കുടുംബം തകർത്തു കളഞ്ഞത് മംഗലശ്ശേരിക്കാരാ. അച്ഛന്റെയും ഏട്ടന്റെയും ആത്മഹത്യക്ക് കാരണക്കാര് അവര് മാത്രമാ. ഞാൻ തിരയുന്ന എന്റെ അമ്മ മനോരോഗിയാണെന്ന സത്യം നീ അറിയണം. മുഴുഭ്രാന്തി എന്റെ അമ്മ. ആ കുടുംബവുമായി നിനക്ക് ഒരു കൂട്ടുകെട്ടും വേണ്ട. ഞാനത് സമ്മതിച്ചു തരില്ല. എന്റെ ശത്രു എന്റെ മോളുടെ ശത്രുവാ. മോളെ, നമുക്ക് ഇറങ്ങാം മോളെ. മല്ലികേ, നീ മോളെ പറഞ്ഞൊന്ന് മനസ്സിലാക്ക, അല്ലെങ്കിൽ നീ ജീവനോട് കാണില്ല. മോളെ, എന്തൊക്കെയാ മല്ലിക ആന്റി ഞാൻ ഈ കേൾക്കുന്നത്? മോൾ ഇതൊന്നും അറിഞ്ഞതായിട്ട് മംഗലശ്ശേരിയിലുള്ള ആരോടും ഭാവിക്കരുത്. ദേ, നിന്റെ മമ്മി ആരാന്നറിഞ്ഞാ നിനക്കാ വീട്ടിൽ പ്രവേശനം ഉണ്ടാവില്ല. മോള് വന്നേ, വാ.
ഡോക്ടറുടെ ഉപദേശം നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല മോനെ. നീ ഇപ്പൊ പറഞ്ഞത് തന്നെയാ കേട്ട് കഴിഞ്ഞപ്പോ എന്റെ മനസ്സിലും ആദ്യം ഉണ്ടായത്. അവള് സത്യം മനസ്സിലാക്കണം. പക്ഷേ സ്വാതിയോട് നമുക്കിത് എങ്ങനെ പറയാൻ കഴിയും? അവളോട് ഇത് ആര് പറയും? എനിക്കതിന് കഴിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞ കള്ളക്കഥകളൊക്കെ വിശ്വസിച്ചിരിക്കാൻ അവൾ. പല തവണ അവൾ എന്നോട് സംശയങ്ങൾ ചോദിച്ച പറയുന്നത് പാഴ്വാക്കാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ അത് തന്നെ ആവർത്തിച്ചു. ഇനി ഒരിക്കലും എഴുന്നേറ്റ് നടക്കാനാവില്ലെന്ന് ഞാൻ എങ്ങനെ അവളോട് പറയും? ശ്രീകുട്ടി അത് അറിയുന്നത് തന്നെയാ നല്ലത്. എപ്പോഴായാലും അവൾ അത് അറിയേണ്ടതല്ലേ. വൈകും തോറും അവളുടെ പ്രതീക്ഷകൾ കൂടും. ഫിസിയോതെറാപ്പിയുടെ പേര് പറഞ്ഞ് അവളെ കൊണ്ടു നടന്നത് വിഡ്ഢിവേഷം കെട്ടിക്കാനാണെന്ന് അവൾ മനസ്സിലാക്കരുത്. സത്യം അവൾ മനസ്സിലാക്കുമ്പോൾ കുറച്ച് വേദനകളൊക്കെ ഉണ്ടാവും. കൂടെ നിന്ന് അവളെ നമ്മൾ കരകയറ്റണം. അതിനവൾക്ക് കഴിയില്ലെങ്കിൽ അവൾ പൂർണ്ണമായിട്ടും തകർന്നു പോവും. പിന്നെ ഇവിടുന്ന് പോണെന്നാവും അവള് വാശി പിടിക്കാൻ പോകുന്നത്. എന്നിൽ നിന്ന് എത്ര ദൂരം അകലാൻ കഴിയോ അത്രയും ദൂരത്തേക്ക് മനസ്സുകൊണ്ട് സ്വാതി അകലം പാലിക്കും. എനിക്കത് മരണത്തിന് തുല്യ. നിന്റെ ഉത്കണ്ഠ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ അവളെയും കൊണ്ട് പോകാതിരുന്ന പോരെ. സാഹചര്യത്തിനനുസരിച്ചുള്ള ഒരു ജീവിതമാണ് ശ്രീകുട്ടിക്ക് വേണ്ടത്. എഴുന്നേറ്റ് നടക്കാമെന്ന പ്രതീക്ഷ നഷ്ടമാവുമ്പോൾ അവൾ ആ വഴിക്ക് വന്നോളൂ. സത്യത്തോട് അവൾ പൊരുത്തപ്പെടണം. ഇനിയുള്ള കാലം വീൽ ചെയറിലാണെന്ന യാഥാർത്ഥ്യം അവൾ ഉൾക്കൊണ്ട് കഴിയുമ്പോൾ അവൾക്ക് സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാനാവും. ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നവരും ജീവിച്ചു പോകുന്നില്ലേ? വീൽ ചെയറിൽ കാലം കഴിക്കുന്ന എത്രയോ മനുഷ്യജന്മങ്ങളുണ്ട്. അവരിൽ ഒരാളാ ഇപ്പൊ എന്റെ മോളും. ഞാനും ആ വിധി അംഗീകരിച്ചു കഴിഞ്ഞു മോനെ. അങ്കിൾ, ഞാനല്ലേ മോനെ ആദ്യം ആ സത്യത്തോട് പൊരുത്തപ്പെടേണ്ടത്. എങ്കിലല്ലേ എന്റെ മോളെ ആ വഴിക്ക് കൊണ്ടുവരാൻ പറ്റൂ. അച്ഛൻ അവളുടെ മുന്നിൽ ഉലഞ്ഞു പോകാൻ പാടില്ല. ഈ സമയം കൊണ്ട് ഞാൻ അതിനുള്ള ആത്മധൈര്യം നേടിയെടുക്കുകയായിരുന്നു. ദൈവത്തെ പോലും ഞാൻ കുറ്റപ്പെടുത്തില്ല. ദൈവം എന്നോടൊരല്പം കനിവ് കാട്ടിയെന്ന് ഞാൻ പറയൂ. പാതി തളർന്നിട്ടാണെങ്കിലും ദൈവം എന്റെ മോളെ എനിക്ക് തിരിച്ചു തന്നില്ലേ. അവളെ എനിക്ക് നഷ്ടമായി പോയെങ്കിലോ. ഇപ്പൊ എനിക്ക് എന്റെ കുഞ്ഞിനെ ഇങ്ങനെങ്കിലും കാണാം. അച്ഛാന്നുള്ള അവളെ വിളി കേൾക്കാം. അത് തന്നെ എനിക്ക് കിട്ടിയ ഭാഗ്യല്ലേ. അവളുടെ അവസ്ഥയോട് അവൾ ഇണങ്ങിച്ചേരട്ടെ. അതുവരെ നമുക്ക് കാത്തിരിക്കാം. പിന്നെ അവള് തന്നെ പറയും മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് പോകാമെന്ന്. അത് അവളുടെ ആവശ്യമായിട്ട് മാറുമ്പോ മനസ്സിനൊരു ധൈര്യമൊന്ന് തുടങ്ങിയെന്നല്ലേ മനസ്സിലാക്കേണ്ടത്. അങ്കിൾ എന്താ ഈ പറയുന്ന? പോവാനോ? എങ്ങോട്ട്? അത് അനിവാര്യമായ കാര്യമാണ്. നിനക്കൊരു ജീവിതം ഉണ്ടാവണം. അതിന് ശ്രീകുട്ടി ഒരു തടസ്സമായിക്കൂടാ. ഇത് നിനക്ക് വേണ്ടി മാത്രം പറയുന്നതല്ല സഞ്ജു. നമ്മുടെ രണ്ട് കുടുംബങ്ങൾക്ക് വേണ്ടിയാ. മംഗലശ്ശേരി കുടുംബത്തിന് ഒരു അനന്തരാവകാശം ഇല്ലാതായി പോകരുത്. അങ്കിൾ എന്താ കരുതിയത്? എന്റെ കൺമുമ്പിൽ നിന്ന് സ്വാധീനം കൊണ്ട് പോയി കളയുന്നോ? ഞാനത് സമ്മതിച്ചു തരുമെന്നോ? സ്വാതി എന്റെ മുറപ്പെണ്ണാവുന്നത് അവളെ ഞാൻ സ്നേഹിച്ചതിന് ശേഷം. അങ്കിൾ അത് മറന്നു പോകരുത്. അവൾ എന്നെ വിട്ട് ഈ ലോകത്തുനിന്ന് പോയാൽ പോലും എന്റെ ജീവിതത്തിലേക്ക് മറ്റൊരു പെണ്ണുണ്ടാവില്ല. അവളില്ലാതെ ഞാനില്ല അങ്കിൾ.
ഇനിയും അങ്കിളിന് അത് മനസ്സിലായില്ലേ? എങ്ങനെ അങ്കിളിന് ഇത് എന്നോട് പറയാൻ തോന്നിയേ? ശ്രീകുട്ടി സമ്മതിക്കുമെന്ന് സഞ്ജു കരുതുന്നുണ്ടോ? ഞങ്ങളുടെ വിവാഹം ഉടനെ നടക്കണം. അത് കഴിഞ്ഞ് മതി അവൾ സത്യങ്ങൾ അറിയാൻ. ഇനി എനിക്ക് കാത്തിരിക്കാൻ വയ്യെങ്കിൽ ആർഭാടമായിട്ടുള്ള വിവാഹം ഒന്നും വേണ്ട. കുടുംബക്ഷേത്രത്തിൽ വെച്ചായിരുന്നല്ലോ ആദ്യം ഞങ്ങളുടെ വിവാഹം നിശ്ചയിച്ചത്. അവിടെ വെച്ച് തന്നെ മതി താലികെട്ട്. വേണ്ടത് എന്താന്ന് വെച്ചാ അങ്കിൾ മുത്തച്ഛനായിട്ട് ആലോചന ചെയ്യണം. വല്യേച്ചി, ഞാൻ പറയുന്ന സത്യമാണ്. ചിലര് നമ്മുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ തൊട്ടേനും പിടിച്ചേനും ഒക്കെ തിരിച്ചടികൾ നേരിടേണ്ടി വരും. അത്തരം ഒരവസ്ഥയിൽ ചെന്ന് പെട്ടതാണ് ശ്രീകുട്ടി. എത്ര സന്തോഷത്തോടെ കഴിഞ്ഞതായിരുന്നു വല്യേച്ചിയും കുടുംബവും. എപ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിലെ താളപ്പിഴകൾ വന്നു തുടങ്ങിയത്? അമ്മു ശ്രീകുട്ടിയുടെ ജീവിതത്തിന്റെ ഭാഗമായ ശേഷമല്ലേ? അത് കവിത പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ട്. അതെ, ഞാനും വല്യേച്ചിയും അല്ലാതെ ആരെങ്കിലും ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണ്ടേ? അതെ, എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. എനിക്കത് വല്യേച്ചിയോട് പറയണമെന്ന് തോന്നി. ശ്രീകുട്ടിക്ക് എപ്പോഴൊക്കെ അപകടം പറ്റിയിട്ടുണ്ടോ അതൊക്കെ അമ്മുന്റെ ഭർത്താവിനെ കണ്ടെത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് സംഭവിച്ചിട്ടുള്ളത്. അത് ഒരു തവണയല്ലല്ലോ, 2 തവണയായി. അതെ, അമ്മുന്റെ നാട്ടിൽ നിന്ന് ആരോ അയച്ച വിവാഹ ആൽബം വാങ്ങാൻ പോയപ്പോഴാ ശ്രീകുട്ടിയുടെ നേരെ ആദ്യത്തെ വധശ്രമം ഉണ്ടായത്. ശ്രീകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന്റെ പിന്നാലെ അതേ സ്ഥലത്തേക്ക് അമ്മുവും പോയി. ശ്രീകുട്ടിയെ വണ്ടി ഇടിക്കുന്നതിന് അവളും ദൃക്സാക്ഷിയാ. സഞ്ജു അവിടെ എത്തിയത് വണ്ടി കംപ്ലൈന്റ് ആയതിന്റെ പേരിൽ ശ്രീകുട്ടി വിളിച്ചിട്ടാ. അത് ചെയ്തത് ആരെന്ന് കണ്ടുപിടിക്കാൻ പോലീസിന് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ആത്മഹത്യ ചെയ്ത ലൂക്കയുടെ കേസിലും അന്വേഷണം വഴിമുട്ടി നിൽക്കുക. അച്ഛനെ വിളിച്ച ആ സ്ത്രീ ആരാ കവിതേ? അത് ഫാബ്രിക്കേറ്റഡ് ആണെങ്കിലോ ആരെങ്കിലും കൊണ്ട് ചെയ്യിച്ചാ പോരെ. അങ്ങനെ ഒരു സ്ത്രീയെ പറ്റി ആർക്കും ഒരറിവുമില്ല. 2ാമത്തെ മർഡർ അറ്റംപ്റ്റ് നടന്നത് എപ്പോഴാണെന്ന് വല്യേച്ചിക്ക് അറിയോ? അമ്മുന്റെ ഭർത്താവിനെ കണ്ടുപിടിക്കാൻ ശ്രീകുട്ടി ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ ഏർപ്പാടാക്കിയ ഉടനെ. അങ്ങനെയൊക്കെ ഈ വീട്ടിലുണ്ടായോ? അയ്യോ, വല്യേച്ചി ഈ വീട്ടിൽ നടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അറിയുന്നുണ്ടോ? ആ ഡിറ്റക്റ്റീവ് പണി തുടങ്ങിയ ഉടനെ ശ്രീകുട്ടി വിഷം കുത്തിവെച്ച നിലയിൽ ഹോസ്പിറ്റലിലായി. ആ ഡിറ്റക്റ്റീവ് അമ്മുന്റെ ഭർത്താവിന്റെ അടുത്തെത്തി കഴിഞ്ഞുന്നാ ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ 2 സംഭവങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത് അമ്മുന്റെ ഭർത്താവ് ആരാണെന്നുള്ള സത്യം ശ്രീകുട്ടി അറിയരുത് എന്നല്ലേ? ഇതിന്റെയൊക്കെ പിന്നിൽ അവളുടെ കഴുത്തിൽ താലി കെട്ടിയവന് പങ്കുണ്ടെന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. കവിതേ, ഇതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് എങ്ങനെ അറിയാനേ? ആ ഡിറ്റക്റ്റീവ് ശ്രീകുട്ടിയെ കാണാൻ ഇവിടെ വന്നിരുന്നു. അയാൾ ഉദ്ദേശം പറയാത്തതുകൊണ്ട് സഞ്ജു തിരിച്ചയച്ചു. ഗേറ്റിന് മുന്നിൽ വെച്ചാ ഞാൻ അയാളെ കാണുന്നത്. എന്നോട് അയാൾ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ശ്രീകുട്ടിയോട് വിവരം പറഞ്ഞപ്പോഴാ ഞാൻ ഈ കാര്യങ്ങൾ അറിയുന്നത്. ഉടനെ ശ്രീകുട്ടി അയാളെ തിരിച്ചു വിളിക്കാൻ നോക്കി. അപ്പോഴല്ലേ മനസ്സിലാവുന്നത് ഡിറ്റക്റ്റീവിന്റെ നമ്പർ അവളുടെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയ വിവരം. ആ നമ്പർ ഡിലീറ്റ് ചെയ്തത് അമ്മു തന്നെയാ. അയാള് പലതവണ ശ്രീകുട്ടിയെ വിളിച്ചിട്ടും കിട്ടാതെ വന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഡിറ്റക്റ്റീവിന്റെ നമ്പർ അമ്മു ബ്ലോക്ക് ചെയ്തു എന്നല്ലേ? സത്യം എന്താണെന്ന് കണ്ടെത്തിയേ പറ്റൂ. നീ വിചാരിച്ച അയാളെ കണ്ടുപിടിക്കാനാവും. എന്റെ മോൾക്ക് ഇത് സംഭവിച്ചതിന് പിന്നിൽ ആ പെണ്ണിന് പങ്കുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അവളെ കൊല്ലും.